ഞാൻ തികച്ചും ഒരു അഹിംസാവാദിയാണ്. ഞാൻ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പ്രകോപിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങളോ എൻ്റെ ഒരു സംഘടനാ സർക്കിളിനകത്തോ എൻ്റെ ജീവിതചര്യയിലോ ഇന്ന് വരെ ഒരു കേസ് പോലും എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ചില വിഷയങ്ങൾ വന്ന സമയത്ത്, അന്നത്തെ ആ വിഷയം നിങ്ങൾക്കറിയാമല്ലോ, അന്ന് നമ്മളുടെ ലഡാക്കിൽ നടന്ന കലാപവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ചർച്ച നടന്നത്. 4 പേർ വെടിയേറ്റൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് അവതാരികയും സഹ പാനലിസ്റ്റുകൾ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ഈ രാജ്യത്തിലെ സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ അതിനെ വളരെയധികം വളച്ചൊടിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രിന്റു മഹാദേവ് ഒരു വ്യക്തിയെ വെടിവെച്ച് കൊല്ലുമെന്നും പ്രിന്റു മഹാദേവ് കലാപത്തിന് ആഹ്വാനം ചെയ്തുവെന്ന രീതി വളരെ തെറ്റായിട്ടുള്ള വ്യാജ പ്രചരണമാണ് നടത്തിയത്. ആ വീഡിയോ കൃത്യമായിട്ട് പരിശോധിക്കുന്ന എല്ലാവർക്കും അതിനകത്ത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കും. പൊതുവെ അങ്ങനെയുണ്ടല്ലോ, നമ്മൾ പറയാറുണ്ട് ഈ സത്യം പുറപ്പെടുന്നതിനേക്കാൾ മുമ്പ് നുണ ലോകം ചുറ്റി വരുമെന്നുള്ളതിൻ്റെ ഒരു രക്തസാക്ഷി കൂടിയായിട്ടാണ് ഞാൻ എന്നെ തന്നെ കാണുന്നത്. അതെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നു. ഞാൻ കൃത്യമായി പറഞ്ഞത് എന്താണെന്നല്ല പ്രചരിപ്പിച്ചത്. ഇത് ബോധപൂർവം ന്യൂസ് 18 ചാനലും അതിൽ അവതാരികയും കൃത്യമായിട്ട് ഇത് ബോധപൂർവം ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് എന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനും സമൂഹത്തിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കലി എൻ്റെ ഒരു രാഷ്ട്രീയ കരിയറിനെ അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഞാനൊരു ഭീകരവാദിയോ അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റോ അല്ലെങ്കിൽ ഒരു വെടിയുണ്ടകളൊക്കെ എടുത്തിട്ട് ഒരു ഗോഡ്സയുടെ അനുയായി എങ്ങനെയാണ് പലപ്പോഴും വരച്ചത്. ഞാൻ അങ്ങനെ ഒരു ആളുമല്ല. ഞാനൊരു സ്കൂളിലെ അധ്യാപകനാണ്. ഒരു 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ അധ്യാപകനാണ്. അവിടെ 60% ഇതര പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകൾ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അങ്ങനെയുള്ള എന്നെ ബോധപൂർവം ഒരു കൊലയാളിയായിട്ടൊക്കെ ചിത്രീകരിക്കാൻ വന്നത് എനിക്കുണ്ടാക്കി